ബൈക്കിലുള്ള ഒരു വേറൊരു ഞാൻ ചിലപ്പോൾ ഇത് പറഞ്ഞ കരണ്ട് പോകുക. എൻ്റെ അമ്മ. ചേട്ടാ ഇവിടെ നിന്നാണോ പതിവായിട്ട് കഴിക്കുന്നത്? അതെ. നല്ല സ്പൈസി അല്ലേ? ഞാൻ തൊട്ട് നോക്കിയുള്ളൂ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽജിയത്തിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ഗസ്റ്റും കൂടെ ഉണ്ട്. നേരെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ടാണ്. ഏകദേശം 7 മണിക്കൂറുണ്ട്. ഇപ്പോൾ സമയം വെളുപ്പാങ്കാലത്ത് 2 മണി. നേരെ സ്വിറ്റ്സർലാൻഡ് പോയിട്ട് അവിടെ നിന്ന് ഇറ്റലി, ദെൻ ഓസ്ട്രിയ. നമ്മൾ രാവിലെ തന്നെ ഫ്യൂൽ സ്റ്റേഷനിൽ വന്നിട്ട് ഫ്യൂൽ അടിച്ചു. ആർ യു റെഡി ബ്രോ? കൈൻഡ് ഓഫ് റെഡി. 7 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. 7 മണിക്കൂർ നമ്മൾ ഇനി സഞ്ചരിക്കാൻ വേണ്ടി പോവുക. നമ്മുടെ ലോങ് ഡ്രൈവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോഴാണ് എണീറ്റത്. നമ്മൾ ഫ്രാൻസ് കയറി, ലക്സംബർഗ് വഴി ഫ്രാൻസ് കയറി. ഫ്രാൻസിൽ നിന്ന് നമ്മൾ നേരെ ഇനി ജർമ്മനിയിലോട്ടാണ് കേട്ടോ കയറുന്നത്. നല്ല സൂര്യൻ രാവിലെ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ബോർഡറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ബോർഡറാണ്. അങ്ങനെ അവസാനം സഞ്ചരിച്ച് ദാണ്ട് സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫോൾസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂറിസ്റ്റിക് സ്ഥലത്തോട്ടാണ് കേട്ടോ ആദ്യമായിട്ട് വന്നത്. ഇവിടെ പാർക്കിംഗ് മുഴുവനാണ്, ഫുള്ളാണ്. എല്ലാം തന്നെ ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ സ്വിറ്റ്സർലാൻഡിൽ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. മാത്രമല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ നേച്ചറും ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ റെയിൻഫോൾസിലോട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ട്രെയിൽസ് പോലത്തുള്ള ഒരു ചെറിയ കുഞ്ഞു ട്രെയിൽ ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. കാണുന്നതാണ് കേട്ടോ നമ്മുടെ റെയിൻഫോൾസിൽ നിന്ന് പോകുന്ന കുറേ ചെറിയ എക്സെപ്ഷൻ ബോട്ടുകളാണ്. 30 മിനിറ്റുള്ളൊക്കെ ബോട്ട് ടൂറൊക്കെയാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫോൾസ്. റെയിൻഫോൾസിലോട്ട് പോകാനായിട്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടെ പലതരത്തിലുള്ള ഇതുണ്ട് കേട്ടോ. 30 മിനിറ്റിൻ്റെത്, 15 മിനിറ്റിൻ്റെത്, ജസ്റ്റ് റെയിൻഫോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ റോക്ക് ടൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. അത്യാവശ്യം ധാരാളം തിരക്കുണ്ട്. ഇന്ന് ഭയങ്കര സണ്ണി ആയിട്ടുള്ള ഒരു ഡേയാണ്. ഇവിടെ നമ്മുടെ സുവനീർ ഷോപ്പുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. നമുക്കിവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ റെയിൻഫോൾസിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിനി നമ്മുടെ ബോട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 15 മിനിറ്റുള്ള ഒരു കുഞ്ഞ് ബോട്ട് റൈഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഗൈഡായിട്ടുള്ള ബോട്ട് റൈഡും ഉണ്ട്, വോയിസ് ഗൈഡ് ഇല്ലാത്ത ഗൈഡുണ്ട്. നമ്മളിവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകാനായിട്ട്. അവിടെ അങ്ങ് മുകളിലായിട്ട് ഒരു ചർച്ച്, പിന്നെ അവിടെ റെസ്റ്റോറൻ്റൊക്കെയാണ്. അവിടെ ഒരു എലവേറ്റർ ഉണ്ട്. പിന്നെ നമുക്കത് ഓപ്പോസിറ്റ് വ്യൂ പോയിൻ്റ്, അവിടെ നിന്ന് നമുക്ക് കാണാം നമ്മുടെ വെള്ളച്ചാട്ടം. എല്ലാവരും ആകാംക്ഷ മുനമ്പിലിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വളഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകും. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. ഇത്രയും നേരം എല്ലാവരുടെ മുഖവും മൂഡ് ഓഫ് ആയിരുന്നു. കാരണം വീണ്ടും നമ്മൾ ഒരു റൗണ്ട് കൊണ്ട് അടുത്തോട്ട് കൊണ്ടുപോവാണ്. ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ വരുമ്പോൾ ഇത് നമ്മളെ പുഷ് ചെയ്തുകൊണ്ട് പോകും. ഇതാ എൻ്റെ അമ്മ. ഇവിടെ ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ ഒരു വെജി സമോസയ്ക്ക് 7 ഇവരുടെ സ്വിസ് മണിയാണ് കേട്ടോ. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 500 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കറക്റ്റ് വില അറിയില്ല കേട്ടോ. ചിക്കൻ ടിക്ക മസാല വിത്ത് കുറച്ച് റൈസ് വരുന്നത് 19, അതായത് 20 അടുപ്പിച്ച് ഏകദേശം 1700 രൂപ എന്തോ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് 1 മണിക്കൂർ യാത്ര ചെയ്ത് കണ്ടേ നമ്മൾ സൂറിച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സൂറിച്ചിലെ പ്രധാനപ്പെട്ട ട്രെയിൻ സ്റ്റേഷൻ.
സൂറിച്ചിൽ വന്നിട്ട് രണ്ടാമതായിട്ട് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ലിഡിൽ ചോക്ലേറ്റിൻ്റെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവരുടെ മ്യൂസിയം ഒക്കെ ഇവിടെയാണ്. ഈ കാണുന്നതാണ് ദാണ്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടോ. ഇതിൽ ആളുകൾ വന്ന് ചിത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ അവരുടെ ഹോം ഓഫ് ചോക്ലേറ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു സെൻ്ററാണ് കാണുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ്. ഇവിടെ അവരുടെ തന്നെ ഒരു കഫേയൊക്കെ ഉണ്ട്. ഓൾറെഡി വന്നപ്പോൾ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി കേട്ടോ. എല്ലാവരും വരുന്നതിന് മുമ്പ് ഓൺലൈനിൽ ടിക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടൂല. ഇതാണ് നമ്മൾ ചോക്ലേറ്റ് കടയിൽ കയറുമ്പോൾ ഉള്ള എൻട്രൻസ്. ഇവിടെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇവരുടെ ചോക്ലേറ്റുകൾ, പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ചോക്ലേറ്റ് കേട്ടോ. അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് എഴുതി തരും. ചോക്ലേറ്റിൽ അവർ എഴുതി തരും കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ അവർ എഴുതി തരുന്നത്. ഇതുപോലെ ആവശ്യമുള്ള ലവ്. ഇവിടെ എല്ലാം കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ലിഡിൻ്റെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഗേറ്റിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ അവസാനം വേറൊരു പോയിന്റ്, സൂറിച്ചിലെ വേറൊരു പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ആരാ, ഗസ്റ്റിനെ ഇതുവരെയായിട്ട് പരിചയപ്പെടുത്തിയില്ലാന്ന്. ഹായ് ചേട്ടാ, പേര് പറഞ്ഞോളൂ. പ്രജീഷ്. എവിടെയാ നാട്ടില്? കോഴിക്കോട്. ഇത് പ്രതീഷ് ചേട്ടൻ കോഴിക്കോട്, 2 വർഷമായിട്ട് ഇവിടെ ബെൽജിയത്തുണ്ട്. ഈ ചേട്ടന്റെ ഇൻവെർട്ടർ ആയിട്ടുള്ള വൈഫല്ലേ? പേര് പറ ചേച്ചി, പേര് പറ. സോജ. ചേച്ചിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. ഇത് മോനെ പേര് പറ. എങ്ങനെയുണ്ട് ടൂറൊക്കെ? അടിപൊളിയാണോ? എന്താ ഇഷ്ടപ്പെട്ടെ? ചോക്ലേറ്റ് ആണോ ഇഷ്ടപ്പെട്ടെ? വാട്ടർഫോളോ ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഇവിടെ അമ്മയുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഈ യൂറോപ്പിൽ 2ാമത്തെ തവണയാണോ? യൂറോപ്പ് ഇഷ്ടം, നാടോ ഇഷ്ടം? എനിക്ക് നാടാ ഇഷ്ടം. യൂറോപ്പ് വന്നപ്പോൾ യൂറോപ്പ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ബെൽജിയം ഇഷ്ടപ്പെട്ടോ? ചൂട് കൂടിയല്ലേ ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 3 മാസം വന്നു, ഇപ്രാവശ്യം വന്നു. അപ്പൊ അങ്ങനെ ഒരു 5 ദിവസത്തെ ഒരു ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളി. അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ കുറേ തിങ്ങി കൂടി നിൽക്കുന്ന ഒരു ഡെൻസിറ്റി ഫീൽ ചെയ്യുന്ന കുറേ മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൂറിച്ചിൻ്റെ ലേക്ക് സൂറിച്ചാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചേട്ടൻ ചാടി കയറി വന്നു കേട്ടോ. പട്ടിയല്ല, അതുകൊണ്ട് നമ്മളും ചാടാൻ വേണ്ടി പോവാണ്. ചേട്ടൻ ചാടുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആവേശം. അങ്ങനെ നമ്മൾ ചാടാൻ വേണ്ടി പോവാം. ഇവിടെ ആഴോണ്ടാക്കി ഇവിടെ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗസ്റ്റിനെയും ഫാമിലിയും നമ്മൾ അവരുടെ ഹോട്ടൽ റൂമിലാക്കി കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ട്രെയിൻ എടുത്ത് ഇനി സൂറിച്ച് നഗരത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു 1 മണിക്കൂറുള്ള ട്രെയിൻ എടുത്ത് ഞാൻ നേരെ പോകുന്നത് എങ്ങോട്ടാ? അപ്പുറം സൈഡാണോ ഞാൻ പോകേണ്ടത്? ഞാൻ നേരെ പോകുന്നത് വേറൊരു സിറ്റിയിലാണ്. ലുസോൺ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ട്രെയിനിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. നമ്മുടെ പാറശാലയിൽ ബോൺ ചെയ്ത ഒരു ചേട്ടനാണ് കേട്ടോ. ഹായ് ചേട്ടാ. ഹലോ. പേരെന്താ? മുകേഷ്. അങ്ങനെ ഞാൻ സൂറിച്ചിൽ വെച്ച് മുകേഷ് ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ എനിക്ക് ഇവിടെ അക്കോമഡേഷനൊക്കെ ഓഫർ ചെയ്തു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവരെ കുറേ നാളായിട്ട് കണ്ടിട്ട്. നൈസ് മീറ്റ്. എത്ര നാളായി ഇവിടെ? 1 മാസമായി. എങ്ങനെയുണ്ട് സൂറിച്ച്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്, അടിപൊളിയാണ് അല്ലേ? ഒരു കോൺട്രാക്ടിന് വേണ്ടി വന്നതാണ്. ഓക്കെ. ഇനി യൂറോപ്പിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം അതോ? അതെ, യൂറോപ്പ് ഈസ് ഓൾവേസ് എ ഡ്രീം. ഓക്കെ. എനിക്ക് എന്തുകൊണ്ട് ആ ഡ്രീം ഇല്ലാത്തതെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. എനിക്ക് ആ ഒരു ഡ്രീം വരുന്നില്ല. നമ്മളിനി ക്രോസ് ചെയ്തിട്ട് നേരെ ഇവിടുത്തെ ഹബനോ പ്ലാസയിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് ഇവിടെ നമ്മുടെ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയകളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗങ്ങൾ. ആ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷന്. നമ്മുടെ മെയിൻ സ്റ്റേഷൻ ഈ കാണുന്നതാണ്. ഇവിടെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഇവിടുത്തെ സൂറിച്ചിൻ്റെ ട്രെയിൻ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു റിവറാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള, ഭയങ്കര ഒരു നീല കളറായിട്ടുള്ള ഒരു റിവർ.
ഞാൻ പ്ലാൻ മാറ്റി. ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു മലയാളി ബോൺ ആൻഡ് ബോട്ടപ്പ്, അച്ഛൻ സിസ്സുകാരനല്ലേ, അമ്മ മലയാളിയും അച്ഛൻ സിസ്സും. പുള്ളിയുടെ ഒരു മലയാളി കട ഉണ്ടെന്ന് ഞാൻ ചോദിച്ചെന്നാൽ ഓക്കെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് അങ്ങോട്ട് ചേട്ടനോട് നടന്നു പോവുകയാണ്. അപ്രതീക്ഷയായിട്ട് കണ്ടതാണ് കേട്ടോ ചേട്ടനെ. നെക്സ്റ്റ് ഞാൻ വരുമ്പോൾ ചേട്ടനോട് സ്റ്റേ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്കൊന്നു ഭക്ഷണശാലകളുടെയൊക്കെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. എല്ലായിടത്തും സ്വിറ്റ്സർലാൻഡിൽ സ്വിസ് ഫ്ലാഗ് കാണാനായിട്ട് സാധിക്കും. ഇവർ ഭയങ്കര നാഷണലിസ്റ്റ് ആളുകളാണെന്ന് തോന്നുന്നു. അമേരിക്കൻസിനെയൊക്കെ പോലെ എല്ലായിടത്തും ഫ്ലാഗ്സ് ഉണ്ട്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൊള്ളാമല്ലോ. ചാട്ട് ബന്ദർ സൗത്ത് ഇന്ത്യൻ ഒരു കടയാണ്. നോക്കാം എങ്ങനെയാണെന്ന്. വാവ്, നല്ല രസമുള്ള ഒരു പച്ചപ്പുള്ള ഒരു ഇൻറ്റീരിയർ കേട്ടോ. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. ഭക്ഷണം ഇവിടെ വന്നു. ഊത്തപ്പം ഓർഡർ ചെയ്തു. ചേട്ടനും ഊത്തപ്പം, ഞാനും ഊത്തപ്പം. ഇവിടെ കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കില്ല കേട്ടോ. സാമ്പാർ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചട്നി കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ? ഇവിടെ നിന്നാണോ പതിവായിട്ട് കഴിക്കുന്നത്? നല്ല സ്പൈസി അല്ലേ? ഞാനൊന്ന് തൊട്ട് നോക്കിയുള്ളൂ കേട്ടോ. എരി ഇവിടുത്തെ ലോക്കൽസിന് ഒരിക്കലും വന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തന്നെ പറ്റുന്നില്ല. വെരി സ്പൈസി, നല്ല സ്പൈസി. ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഈ കാണുന്ന 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ട്രെയിൻ എടുത്തിട്ട് നേരെ പോകുന്നത് ലുസേൺ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തോട്ടാണ്. അതും നല്ല ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം 50 മിനിറ്റ് മാത്രം റൈഡ് ഉള്ളൂ. 50 മിനിറ്റ് സഞ്ചരിക്കാനായിട്ട് ഞാൻ കൊടുത്തത് 3400 രൂപ, ഏകദേശം 3800 രൂപ കേട്ടോ. അതായത് 1 മണിക്കൂർ പോലും ഇല്ല ഒരു ട്രെയിന്. 3800 രൂപ കേട്ടോ. സ്വിറ്റ്സർലാൻഡ് ഈസ് വെരി എക്സ്പെൻസീവ്. സ്വിറ്റ്സർലാൻഡ് എന്നല്ല, എല്ലായിടവും ട്രെയിൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ടിക്കറ്റൊന്നും എടുക്കാതെ പോകാൻ പറ്റില്ല. ചെക്കർമാർ വന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ എന്നാണ് തോന്നുന്നത്. ഞാൻ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. ലുസേൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ താഴത്തെ കമ്പാർട്ട്മെൻറ്റ്. മുകളിൽ പോയി നോക്കാം. മുകളിലാകുമ്പോൾ അത്യാവശ്യം കാഴ്ചകളുണ്ട് കേട്ടോ. ഉണ്ടോ? അടിപൊളി ട്രെയിൻ കേട്ടോ. ഇതിൻ്റെ ഡബിൾ ഡെക്കർ. ഇവിടെ സോഫ പോലത്തുള്ള ഒരു കോർണർ സോഫ സെക്ഷൻസ് ഇരിക്കാനായിട്ട് നല്ല രസമുണ്ട്. ട്രെയിൻ പോകുന്നത് ഫുള്ള് മനോഹരമായിട്ടുള്ള പാടങ്ങളും മലകളൊക്കെ താണ്ടിയാണ്. ഇതിനിടയിൽ എനിക്ക് അറിഞ്ഞൂടെയാണ് കേട്ടോ. എൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ എനിക്കൊന്ന് ഇത് അപ്ഗ്രേഡഡ് വെർഷനായിരുന്നു. ഇതിൽ വന്ന് കയറി പുള്ളി ഭയങ്കര റൂഡ് കേട്ടോ. ഭയങ്കര റൂഡായിട്ട് എനിക്ക് എന്തോ സംസാരിച്ച് തന്നെ ഭയങ്കര വിഷമമായി കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ വേറൊരു സ്ഥലത്ത് ഫുഡ് കഴിച്ചിട്ട് ഇത് അറിഞ്ഞൂടാന്ന് പറയാം. ഭയങ്കര ഒരു റൂഡ് ബിഹേവിയർ കേട്ടോ. ഞാനങ്ങനെ രസമില്ലത്തേക്ക് പുള്ളി എന്തോ കേട്ടോ. ഞാൻ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ മോശമായിട്ട് സംസാരിച്ചാൽ പെട്ടെന്ന് വിഷമം വരും കേട്ടോ. അപ്പോൾ പുള്ളി എന്തോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്ത് ഓൾറെഡി വന്നിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ടിക്കറ്റ് കാണിച്ചിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു. എനിക്ക് അവിടെ ഇരിക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇത് ഓക്കെ ലൂസേൺ പോകുന്നതാണ്. ഓക്കെ, ഞാൻ അവിടെ ഇരിക്കാൻ പറ്റുമെന്നല്ല ചോദിച്ചാൽ. എനിക്കറിയില്ലായിരുന്നു 2 ക്ലാസ് ഉണ്ടെന്ന് പോലും. പുള്ളിക്കാരൻ വന്നു, ടിക്കറ്റും എടുത്തു ആക്കി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇത്രയും നേരം ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യുമായിരുന്നു, ഇതാണ്. പുള്ളിക്കാരന് പറയാം ഫൈൻ അടയ്ക്കാതെ പോകാൻ പറ്റില്ല. ഞാൻ ഫൈന് എൻ്റെ കയ്യിൽ ലോക്കൽ മണി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു യൂറോ എടുക്കാമെന്ന് പറഞ്ഞ് കാർഡ് പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു, നീ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് അങ്ങനെ പറയാമല്ലോ, ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ടിരുന്നിട്ട്. ബട്ട് ബേക്കിലുള്ള വേറൊരു ഞാൻ ചിലപ്പോൾ ഇത് പറഞ്ഞാൽ കരണ്ട് പോകും കേട്ടോ. കാരണം എന്തോ എനിക്ക് പെട്ടെന്ന് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയാൽ എനിക്ക് കരയണ്ട. കാരണം ഇപ്പോൾ വീഡിയോ എടുത്ത ആളുകൾ പറയും, എന്തിനാ കരണ്ട് ഇങ്ങനെ ചളാക്കുന്നതെന്ന് പറയും. അവിടെ നിന്ന് നടന്ന് ഇവിടെ നിന്ന് നമ്മുടെ ലേക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണ്.
ഈ പുള്ളിക്കാരൻ അറിയാം കേട്ടോ, ഞാൻ ഫുള്ള് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളി എൻ്റെ ഇത് കണ്ടു, ഞാൻ നല്ലതുപോലെ വിശദീകരിച്ചു, പുള്ളിക്കാരനെ അറിയാം. ബട്ട് സ്റ്റിൽ ഇവരുടെയൊക്കെ മൈൻഡിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു എമിഗ്രൻ്റ് അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന് വന്ന ഒരാളാണെന്ന ഒരു ഇത് മാത്രമേ അവർ തരുള്ളൂ കേട്ടോ. എല്ലാവരും അല്ല, ബട്ട് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊരു വ്യക്തി വന്നിപ്പോൾ ഒരു വൈറ്റ് സ്കിന്നോ നമ്മൾ ഈവൻ ബ്രൗണോ ഇപ്പോൾ ആഫ്രിക്കൻ ആയാൽ പോലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറയണം അയ്യോ ഞാൻ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരിക്കലും പറയില്ല കേട്ടോ. നീ വേറെ കടയിൽ ഇങ്ങനെ പോയിരുന്നിട്ട് കൂടിയ ഭക്ഷണം കഴിച്ചിട്ടോ അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പൈസ കൊടുക്കാറാകുമ്പോൾ അങ്ങനെ പറയും. അങ്ങനെയൊന്നും കമ്പയർ ചെയ്യില്ല കേട്ടോ. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകളാണ് കേട്ടോ. നമ്മൾ പുറത്തുള്ള ആളുകൾ വരുമ്പോൾ അത്രയും പ്രിവിലേജോടെ നോക്കുകയും ഹായ് ഹായ് Vollpreis wurde eingezogen und der ഞാൻ ആക്ച്വലി എൻ്റെ ഇമോഷൻസ് എല്ലാം കരണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു മലയാളി വന്നു. മലയാളി എല്ലാം കൂട്ടിക്കൊണ്ടുപോയി. അയ്യോ ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി അപ്പം പറഞ്ഞു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ സ്റ്റേഷനിൽ വന്നു, കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ അവർക്ക് മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ റെസ്പോൺസ് മെയിലിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഇപ്പോൾ ഐ ഫീൽ ഹാപ്പി. ഹായ് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ തൃശ്ശൂർ സ്വദേശിയാണ് കേട്ടോ. ബ്രോൻ്റെ പേര് രഞ്ജു. ഇവിടെ എത്ര വർഷമായി? 10 വർഷം. എങ്ങനെയുണ്ട് സ്വിറ്റ്സർലാൻഡ്? സൂപ്പർ. അങ്ങനെ ബ്രോ പറഞ്ഞു ബ്രോ ആരും വിഷമിക്കരുത്. താങ്ക് യു കേട്ടോ. താങ്ക് യു. എനിക്കൊന്ന് താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു. ഞാൻ ഡെസ്റ്റിനിയാണ് കേട്ടോ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തതും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു, ഇരുന്ന കരണ്ടിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഇപ്പോൾ ഞാൻ കംപ്ലയിൻ്റൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് പ്രോസസ്സായി. ഇപ്പം ഞാൻ ഓക്കെ ആയി കേട്ടോ. ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് എടുത്ത് യൂറോപ്പ് വിടാം. അത്രയ്ക്ക് ഞാൻ ഹേറ്റ് ചെയ്തു കേട്ടോ. സ്വിറ്റ്സർലാൻഡ് ഫുള്ളി ഹേറ്റ് ചെയ്തു. ആ ഒരു നിമിഷത്തേക്ക് യൂറോപ്പ് കംപ്ലീറ്റ്ലി ഹേറ്റ് ചെയ്തു കേട്ടോ. കാരണം ഒരു പരിധി വരെ എൻ്റെ ഹേറ്റിൻ്റെ കാരണമല്ല, ഞാൻ ആ ഒരു മൊമെൻറ്റിൽ തോന്നിയതിൻ്റെ കാരണം കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ വേറെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവിക്കില്ല. കാരണം നമ്മളെപ്പോഴും എമിഗ്രൻ്റ് ആയിട്ടോ ഇതായിട്ടോ അവർ പരിഗണിക്കില്ല കേട്ടോ. അപ്പോൾ അറ്റ് ദ എൻഡ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ തോന്നുന്നതിൻ്റെ എൻ്റെ പ്രധാന കാരണം ഒന്നുകിൽ ചിലപ്പോൾ അവരുടെ ആ സിറ്റുവേഷൻ, അവരുടെ ആങ്കർ, അവർ എന്തെങ്കിലും വേറെ സിറ്റുവേഷനിലുള്ള ആങ്കർ നമ്മളെടുത്ത് തീർക്കാം. അല്ലെങ്കിൽ അവർക്ക് തോന്നും ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നും നമുക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ ഒരു ഇത് തരില്ലേ, ഒരു റെസ്പെക്റ്റ് തരാത്ത ഒരു ഇതില്ലേ. ഇവിടെ വലിയൊരു മനോഹരമായിട്ടുള്ള ലേക്കുണ്ട്. ഈ കാണുന്നതൊക്കെ കപ്പൽശാലയാണ് കേട്ടോ. നമ്മുടെ കപ്പലിൻ്റെ ഇത്. ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് നടന്നു പോവാണ്. എന്നെ നമ്മുടെ രഞ്ജു ബ്രോ ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. നടന്ന് കൂടെ വരുവാണ്. ഇവിടെ നമ്മുടെ കാർഗോ ട്രെയിൻസിൻ്റെ ഒക്കെ ഒരു ഇതാ. ഹലോ, ലോങ് ടൈം, ഹൗ ആർ യു? ഹലോ 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 ഹലോ. വാവ്, അടിപൊളി കേട്ടോ. ഇവിടെ മലകൾ നോക്കിക്കേ, അടിപൊളി മലകളും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ലുസാൺ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാനുള്ള സ്ഥലവും കുളിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മുടെ ലേക്കിൻ്റെ മനോഹരമായിട്ടുള്ള രാത്രികാല വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജുണ്ട്. ഞാൻ ഇവരുടെ കൂടെ നടന്നിങ്ങനെ പോവുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രിഡ്ജ്. ഈ കാണുന്ന ബ്രിഡ്ജ് കാണാനാണ് പല ആളുകളും വരുന്നത്. റമീസ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മൗണ്ടൻ കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഒരു ബ്രിഡ്ജ് കേട്ടോ. ഈ കാണുന്നതാണ്. Oliver, how are you doing? Great. After a long time. Yeah, enjoying. I think we met 1 year ago. Sophia. We met 1 year ago, right? Or 2 years ago? No, 2 years ago. 2 years ago. Yes. Aramis has grown up. Aramis എപ്പോഴും സ്മൈലാണ് കേട്ടോ. എൻ്റെ കൂടെ ഇത്രയും നേരം എന്നെ വിളിച്ച് പൂവൊക്കെ കൊണ്ട് കാണിച്ച് ഹി ക്യാൻ വാക്ക്. മുമ്പ് നടക്കൂലേ, ഇപ്പൊ നടക്കൂ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അറാമീസ്, ഹലോ. മാമോസ്, അറാമീസ്, മാമോസ്.
നല്ല മനോഹരമായിട്ടുള്ള ഒരു വുഡൻ ബ്രിഡ്ജാണ് ഇത്. നമ്മൾ വുഡൻ ബ്രിഡ്ജിൻ്റെ പുറത്തുനിന്ന് കാണാൻ മനോഹരമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വുഡൻ ബ്രിഡ്ജിന് പാരലലായിട്ടുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെയാണ്. വാവ്, ഇവിടെ നിന്ന് കാണാൻ അതിമനോഹരം ഈ സ്ഥലങ്ങൾ. മൈ ഹാൻഡ്. ഓക്കെ, വാമോസ്. Vamos. Vamos. Ah, now he wants to do it. Oh. Ciao. Ciao. Good night.